പിഷാരടി ഒരു രാഷ്ട്രീയ സ്ഥാനാർത്ഥിയല്ല. അതാണല്ലോ വാദം. പിഷാരടി ഒരു അരസംഖ്യയാണെന്ന് പാലക്കാട്ടെ CPM-ന്റെ നേതാവ് പറഞ്ഞു. അതായത് കോൺഗ്രസ്സുകാരനാണെന്ന് സമ്മതിച്ചു കൊടുക്കില്ല, കോൺഗ്രസ്സുകാരനാണെന്ന് സമ്മതിച്ചു കൊടുക്കില്ല. പക്ഷെ അദ്ദേഹം ഈ കൈപ്പത്തി ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. അദ്ദേഹം കോൺഗ്രസ്സുകാരനാണെന്ന് സമ്മതിച്ചു കൊടുക്കില്ല. സംഖ്യപ്പെട്ട നേരത്തെ കൊടുത്തു. ഇത് എവിടെയാണ് ഈ സീലെടുത്ത് വെച്ചിരിക്കുന്നത്? ഈ ചാപ്പ കുത്താൻ ആളുകളുടെ നെറ്റിക്ക് എവിടെയാണ്? നരേന്ദ്രമോദിയെ പ്രകീർത്തിക്കുകയും പലസ്തീൻ വിഷയത്തിൽ BJP പറയുന്ന അതേ നിലപാട് പറയുകയും ചെയ്യുന്ന ഒരാളെ സംഖ്യ എന്നല്ലാതെ വേറെന്ത് പറയും? അദ്ദേഹം വിശദീകരിച്ചു. പലസ്തീനിലെ ചെറിയ കുട്ടികളടക്കം അവിടുത്തെ ആ ഒരു സംഘർഷം എന്തിനാണ് നിങ്ങൾ ഇവിടെ ചർച്ച ചെയ്ത സമയം കളയുന്നത്? ആ പോയിന്റ് ഞാൻ എടുത്തു അങ്ങ് പറയാൻ ഉദ്ദേശം. അങ്ങ് നേരത്തെയും പറഞ്ഞൊരു കാര്യമാണ്, അത് ആവർത്തനമാണല്ലോ. അപ്പൊ ഞാനത് എടുത്തു. അപ്പൊ അരസംഖ്യയാണ്, സമ്മതിച്ചു. അതായത് BJP-യോട് ചേർന്ന് നിൽക്കുന്ന നിലപാടുകൾ 2 തവണ പറഞ്ഞതുകൊണ്ട് പിഷാരടി അരസംഖ്യയാണെന്നേ. കോൺഗ്രസിനോട് ചേർന്ന് നിൽക്കുന്ന എത്ര നിലപാടുകൾ പറഞ്ഞിട്ടുണ്ട്? ഒരു കോൺഗ്രസ്സുകാരന്റെ വില കൊടുത്തൂടെ? കോമാളി എന്നൊക്കെ വിളിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഒരു പകുതി കോൺഗ്രസ്സുകാരനാണെന്ന് സമ്മതിച്ചു കൊടുക്കാമല്ലോ എന്നേ ഞാൻ ചോദിച്ചുള്ളൂ. തെറ്റാണ് അത്. നമ്മൾ ഇന്നലെ തന്നെ നമ്മൾ ശക്തമായി തള്ളി പറഞ്ഞു. അല്ല, നിങ്ങൾ തള്ളി പറയുന്നു എന്നേ ഉള്ളൂ. അത് അത്രയും വലിയ വിമർശനം വന്നതുകൊണ്ട് തോമസ്, എനിക്കറിയാം, ഞാൻ നാട്ടിൽ വാർത്ത കാണുന്നു, പത്രം വായിക്കുന്നുണ്ട്. ശരി, അപ്പോ ഈ പട്ടമൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ, കോമാളി പട്ടം കൊടുത്തു, പിൻവലിച്ചു. ഒരാളെ വാക്കുകൊണ്ട് മുറിവേൽപ്പിച്ചിട്ട് എനിക്ക് ഖേദമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ പരിഹരിക്കില്ല. അദ്ദേഹം ആ മാപ്പ് സ്വീകരിക്കുന്നില്ല. അദ്ദേഹം ഖേദം എനിക്ക് വേണ്ട എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒന്നാമത്തേത് അത്. രണ്ടാമത്തേത് സംഘിപ്പട്ടം. ഈ നിലയ്ക്ക് ആളുകളെ നിരക്കി നിർത്തിയിരിക്കുകയാണ് ചാപ്പയടിക്കാൻ. അപ്പോൾ അതെങ്ങനെയാണെന്ന് എനിക്ക് അറിയേണ്ടതുണ്ട്. ഇനി AK ബാലൻ ഇന്ന് മലമ്പുഴയാണ് ഈ ഡീൽ. ഞാനൊന്ന് സംസാരിച്ചപ്പോൾ ഞാൻ മിണ്ടിയോ? ഈ ചർച്ചയിൽ ഏറ്റവും കുറവ് സംസാരിക്കുന്നതാണ്. NMR റസാഖിനെ കുറിച്ച് മിണ്ടിയിട്ടില്ല. NMR റസാഖിനെ കുറിച്ച് ഞാൻ മിണ്ടിയിട്ടില്ല. ഞാൻ എന്റെ വാദത്തിന് മറുപടി പറയണം. എന്റെ വാദത്തിന് മറുപടി ഞാൻ മിണ്ടിയോ? NMR റസാഖിന്റെ പേര് ഞാൻ ഈ ചർച്ച പറഞ്ഞു. ഇതിനൊരു ജനാധിപത്യം, ഒരു മര്യാദയൊക്കെ ഉണ്ട് കേട്ടോ. ഒരു ജനാധിപത്യവും ഒരു മര്യാദയും ഉണ്ട്. അല്ല, ആ പറയുന്നതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ആ പറയുന്നതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഒരു മിനിറ്റ് ഒരു ചോദ്യം ചോദിച്ചോട്ടെ. നേരെ ചാപ്പ കുത്തരുത് എന്ന് പറഞ്ഞു. അപ്പോൾ NMR റസാഖിനെ ചാപ്പ കുത്താമോ? ആരാണ് കുത്തിയത്? UDF, കോൺഗ്രസ്. അതിന് ഞാൻ മറുപടി പറയണോ? ഇല്ല, വേണ്ട. ഞാൻ അതിൽ എന്താ അഭിപ്രായം, എന്റെ അവസരത്തിൽ എന്താ അഭിപ്രായം ഞാൻ ചോദിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത് ശരി.